മാൾട്ട മലയാളി അസോസിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഭാഗം മാൾട്ടയ്ക്ക് ഉള്ളവർക്കും മറ്റൊരു ഭാഗം നാട്ടിൽ നിന്നുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമുക്ക് മാൾട്ടയിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിവരണമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇത് വലിയൊരു സബ്ജക്റ്റാണ്. എന്നാലും എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ തീർക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയ നിവാരണങ്ങൾ വേണമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം. പരമാവധി ഞങ്ങൾ യൂട്യൂബിൻ്റെ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് അക്കൗണ്ടിലുണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാൻ പറയാം, +356 99 776 776 പറ്റുകയാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ മാൾട്ടയിലുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ളൊരു സംശയങ്ങളാണ് കൂടുതലായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം മാൾട്ട ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ആദ്യത്തെ ഒരു വർഷം സോഷ്യൽ സെക്യൂരിറ്റി അടച്ചു കഴിഞ്ഞാൽ, അതായത് നാഷണൽ ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത വർഷം തൊട്ട് അതെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതായത് മാൾട്ടയിൽ പുതുതായി വരുന്നൊരു വ്യക്തി 12 മാസം നാഷണൽ ഇൻഷുറൻസ് അടച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് അടുത്ത വർഷം ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. അതിന് അവർ വേറൊരു ഓപ്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ മാൾട്ടയിൽ വരുമ്പോൾ നമ്മളെടുക്കുന്ന €185 അല്ലെങ്കിൽ €150 ഒരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു €10,00,000 €1,00,000 കവറേജ് കിട്ടുന്ന ഓൾ യൂറോപ്യൻ ഇൻഷുറൻസ് നമ്മൾ ഇവിടെ ID കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കുന്ന ഇൻഷുറൻസ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതൊരിക്കലും അപ്പം തന്നെ നമുക്ക് കിട്ടത്തില്ല, റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ലഭിക്കുകയുള്ളൂ. അതാണ് മെയിനായിട്ടുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പം എക്സാമ്പിൾ, നമ്മളൊരു പ്രൈവറ്റ് അല്ല, നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ പോകുന്നു അല്ലെങ്കിൽ മാറ്റഡേയിൽ പോകുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം അവർ നമ്മളുടെ ID കാർഡ് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ID കാർഡ് ചോദിക്കും. അതായത് ഒരു വർഷം നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ എന്നറിയാനുള്ള ഒരു രേഖ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തത് പേ സ്ലിപ്പ് കാണിച്ചു കൊടുക്കണം. പേ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും സോഷ്യൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ടാക്സ് മറച്ചതിൻ്റെ രേഖകൾ അതിലുണ്ടാവും. അത് മതി, അവർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോർമലി കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നിട്ട് ഒരു വർഷം ആകുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് എന്ന ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ പക്ഷം നമുക്ക് ഈ പറഞ്ഞ €185 ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിൽ വേറെ പ്രശ്നം കൂടി ഉള്ളത്, നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ കയ്യിൽ നാഷണൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസോ ഇല്ലെങ്കിൽ ആ രേഖ, അതായത് നമ്മുടെ ഇൻഫർമേഷൻ ID മാൾട്ടയിലേക്ക് ഇവർ ഫോർവേഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പൈസ അടയ്ക്കുകയാണെങ്കിൽ, സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നം വരുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മളുടെ ID കാർഡ് റിവോക്ക് ചെയ്യുന്ന വരെയുള്ള രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്ന് ജോലിയില്ലാതെ നടക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ ഏതെങ്കിലും തരികട ഏജൻസിയിൽ വന്ന് അല്ലെങ്കിൽ തട്ടിക്കൂട് ഏജൻസിയിൽ വന്ന് ജോലിയില്ല, ID കാർഡില്ല, ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുക. അല്ല, ഒരു വർഷം ഇവിടെ ജോലി ചെയ്തവർക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. സപ്പോസ് അവരവർ ചോദിക്കുന്നുണ്ട്, അവിടെ ID കാർഡിൻ്റെ കോപ്പി ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എങ്ങനെയും തപ്പിപ്പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ മാറ്റഡേ ഹോസ്പിറ്റലിൽ ഇത് ഇച്ചിരി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടായിരിക്കും. അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, അത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് നോക്കുക. നമ്മുടെ ID കാർഡിൻ്റെ കോപ്പികൾ കീപ്പ് ചെയ്യുക. ID കാർഡ് എന്നല്ല, നമ്മളുടെ ഏത് ഡോക്യുമെൻ്റ് ആയാലും കോപ്പികൾ ഞാനത് അടുത്ത സെക്ഷനിൽ പറയുന്നതായിരിക്കും.
കീപ്പ് ചെയ്യണം. വാലിഡ് ആയിട്ടുള്ള ID കാർഡാണെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിയും ടാക്സും അടച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അടയ്ക്കാതെ വരുമ്പോൾ, അതായത് ഇപ്പോൾ ചില കമ്പനികളിൽ തരികിട ജോലികളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ക്യാഷ് പേയ്മെൻ്റ് ആവും കൊടുക്കുന്നുണ്ടാവുക, ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കില്ല. അങ്ങനെ വരുന്ന വ്യക്തികളുടെ സോഷ്യൽ സെക്യൂരിറ്റി ടാക്സോ കമ്പനി അടയ്ക്കുന്നുണ്ടാവില്ല. അവരൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സംഭവം ഇവിടെ ഉണ്ടായിരുന്ന ഒരു നിയമം തന്നെയാണ്, അത് അവരൊന്ന് പൊടി തട്ടിയെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു, ദ സെയിം, അതായത് ഒരേ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് ഇച്ചിരി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാറ്റർഡേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്ലർക്കിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ TCN തേർഡ് നാഷണൽ കൺട്രി ആണെങ്കിൽ വരുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ID കാർഡും സോഷ്യൽ സെക്യൂരിറ്റിയും അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ഒരു സെക്ഷൻ ആണെങ്കിൽ കൂടി ഫാമിലി യൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നവർക്കാണ് പിന്നീടത്തെ ഒരു അപ്ഡേഷൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഫാമിലി യൂണിഫിക്കേഷന് വരുന്നവർക്ക് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 1 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ആ ഇൻഷുറൻസിൻ്റെ പോളിസി ഉപയോഗിക്കാൻ പറ്റുക. അത് സെയിം പഴയ നിയമം തന്നെയാണ്, പക്ഷെ അതൊരു വേർതിരിച്ച് പറഞ്ഞതെന്ന് മാത്രം. പിന്നെയുള്ളത് കുട്ടികളുടെ കാര്യമാണ്. അത് കുട്ടികൾ ഡിപ്പെൻഡൻറ്റ്, അത് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ പറയുക, അപ്പനമ്മയുടെയും ഡിപ്പെൻഡൻ്റ് ആയി വരുമ്പോൾ ഡെഫിനറ്റ്ലി അപ്പനും അമ്മയും 1 വർഷത്തിന് മേലെ ആയതുകൊണ്ടാണ് അവർക്ക് ഈ ഡിപ്പെൻഡൻറ്റ് വിസ വെക്കാൻ പറ്റുന്നതും അവരെ കൊണ്ടുവരാൻ പറ്റുന്നതും. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശ്നമുണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ആ ഒരു ഭാഗം ഏകദേശം ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്. ഇല്ലാത്തവർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നതായിരിക്കും. പിന്നെയുള്ള ഒരു പ്രശ്നം, ഇതിൽ 12 മാസത്തിൽ താഴെയുള്ള ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ, അതായത് സ്പോൺസറിന് ഇവിടെ 12 മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ സോഷ്യൽ സെക്യൂരിറ്റി അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 മാസത്തിൻ്റെ ഉള്ളിൽ അയാളുടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റും. അത് വൈഫിനെയോ അല്ലെങ്കിൽ കുട്ടിയെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയെയോ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ അവർക്ക്, ഈ വരുന്നവർക്ക് 1 ഇയറിൻ്റെ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് ആവശ്യം. അവർക്ക് ഈ പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി, അതായത് നേരത്തെ പറഞ്ഞ ഫാമിലി യൂണിഫിക്കേഷനിൽ പറഞ്ഞ കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നില്ല. എത്രമാത്രം ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പറയുകയാണ്. ഫാമിലി യൂണിഫിക്കേഷൻ വഴി വരുന്നവർക്ക് അവരുടെ സ്പോൺസർക്ക്, അതായത് ഇപ്പോൾ ഹസ്ബൻഡാണ് വൈഫിനെ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ ഹസ്ബൻഡിന് ഇവിടെ വാലിഡ് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളിടത്തോളം കാലം അവർക്ക്, അതായത് ഭാര്യയ്ക്ക് ഈ ഹസ്ബൻഡിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ കൂടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏകദേശം മനസ്സിലായതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ഉണ്ടായിരിക്കുന്ന പുതിയ അപ്ഡേഷൻസ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാലിഡായ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇവിടെ വന്ന് 1 ഇയറിന് ശേഷം മാത്രമാണ് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ലഭിക്കുകയുള്ളൂ. ഇവിടെ ജോലിക്ക് വരുന്ന എല്ലാവരും സോഷ്യൽ സെക്യൂരിറ്റി അടയ്ക്കാനും ടാക്സ് അടയ്ക്കാനും നിർബന്ധിതനാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ID കാർഡ് നമുക്ക് എന്ന് കിട്ടുന്നു അന്ന് മുതൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി അടയ്ക്കാനും അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനും നമ്മൾ ബാധ്യസ്ഥനാണ്. സപ്പോസ് നിങ്ങളുടെ എംപ്ലോയർ അത് അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അടച്ച് അതിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കണം, എല്ലാ എംപ്ലോയേഴ്സും ഇത് അടയ്ക്കണം എന്നൊന്നുമില്ല. നമ്മളെ പറ്റിക്കുന്നവരെങ്കിൽ സർക്കാരിനെ പറ്റിക്കുന്നവർ ഇത് പല രീതിയിലും ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. നമ്മളാണ് അന്വേഷിക്കേണ്ടത്, നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി അടയ്ക്കുന്നുണ്ടോ, ടാക്സ് അടയ്ക്കുന്നുണ്ടോ. ID കാർഡിന് ഇതെല്ലാം ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തൊരു റിന്യൂവലിൻ്റെ സമയത്തായിരിക്കും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ മനസ്സിലാക്കുക. പിന്നെ എല്ലാ വർഷവും ടാക്സ് ക്ലോസ് ചെയ്യുക എന്നൊരു ചടങ്ങുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയുണ്ട്. അത് ചെയ്യണം. നമുക്ക് എല്ലാ വർഷവും FS3 എന്നൊരു പേപ്പർ എല്ലാ കമ്പനിക്കാരും നമുക്ക് തന്നിരിക്കണം. അത് വാങ്ങിച്ചിരിക്കണം. ഇല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ ദോഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ FS3 അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഈ FS3യുടെ എമൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ അടുത്ത റിന്യൂവൽ ചെല്ലുമ്പോൾ
ID മാൾട്ടയിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരും, എന്തുകൊണ്ട് നിങ്ങൾ FS3 അടച്ചിട്ടില്ല? നിങ്ങൾ FS3 അടച്ചത് കുറവാണ്, അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. FS3 നിങ്ങൾ അടയ്ക്കേണ്ടി വരും, നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. അത് ഫൈനായിട്ട് വരാം, അല്ലെങ്കിൽ അത് കൂടുതൽ വരാം, ഡിപ്പെൻസ് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ FS3 ടാക്സ് എന്നുള്ള കാര്യങ്ങൾ അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, പല കമ്പനികളും പേയ്മെൻറ്റ് ഇപ്പോൾ റെവല്യൂട്ട് അല്ലെങ്കിൽ വൈസ് അങ്ങനത്തെ എന്താ പറയുക ബാങ്ക് ത്രൂ തന്നെയാണ്, ക്യാഷ് അല്ല, ഡിജിറ്റൽ മണി ആണെങ്കിൽ കൂടി, ഡിജിറ്റൽ മണി അല്ല, ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടി ഈ റെവല്യൂട്ട് വൈസ് അങ്ങനത്തെ ആപ്ലിക്കേഷൻ വഴിയുള്ള ബാങ്കുകൾ, അതായത് മാൾട്ടയിൽ രജിസ്റ്റർ ചെയ്യാത്ത ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഇവിടുത്തെ നിയമത്തിൻ്റെ അണ്ടറിൽ എന്താ പറയുക, നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയി ചെല്ലുകയാണെങ്കിൽ അംഗീകരിക്കുന്നതല്ല. ഇവിടുത്തെ മാൾട്ടയിൽ രജിസ്റ്റേർഡ് ആയുള്ള ബാങ്കുകളിലെ ത്രൂ നടക്കുന്ന സാലറി അക്കൗണ്ടുകൾ മാത്രമാണ് വാലിഡ് ഉള്ളൂ. അതായത് BOV, HSBC, APS, BNF, മാൾട്ട പോസ്റ്റ് ഓഫീസ് ബാങ്ക്, ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് നമ്മളുടെ സാലറി അക്കൗണ്ടുകൾ വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിലും നമ്മുടെ സാലറി അക്കൗണ്ട് വേണം. നമുക്ക് റെവല്യൂട്ട് കൂടെ ഉപയോഗിക്കാം, പക്ഷേ ഒരിക്കലും അതൊരു ബാങ്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ വാലിഡ് ബാങ്കായിട്ട് അത് വരുന്നില്ല എന്നാണ് അതിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സാലറി വാങ്ങിക്കുമ്പോൾ പരമാവധി ഈ പറഞ്ഞ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ എടുക്കാൻ നോക്കുക. ബാങ്ക് അക്കൗണ്ട് ത്രൂ ശമ്പളം വാങ്ങിക്കാൻ നോക്കുക. പുതിയ നിയമപ്രകാരം എന്താ പറയുക, കുറച്ച് മാറ്റങ്ങൾ, അതായത് ഒരു പൈസ കയ്യിൽ വാങ്ങിക്കുക എന്നുള്ള ഒരു പരിപാടി ഒഴിവാക്കാൻ വേണ്ടി ഉള്ള നിയമനിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. ഭാവിയിൽ അതിന് താമസിക്കാതെ അത് വരുന്നതായിരിക്കും. പിന്നെ ടാക്സ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ FS3 സഫീഷ്യൻ്റ് എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്നതാണ്. അതിനൊരു ഏജൻസിയോ അല്ലെങ്കിൽ ഏജൻറ്റിനെയോ അല്ലെങ്കിൽ വേറൊരാളോ സഹായം തേടേണ്ട ആവശ്യം, നമുക്കെല്ലാം ഈ പറഞ്ഞ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. ടാക്സിൻ്റെ ഓഫീസ് വരുന്നത് നമ്മുടെ പലേറ്റയിലാണ്, അവിടെ പോയി കഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ടാക്സുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 90% പേരും അടയ്ക്കുന്നത് സിംഗിൾ ടാക്സ് ആയിരിക്കാം. ഒരു വ്യക്തി സിംഗിളറാണ്, അതായത് ഒരാൾ ഫാമിലി ഭാര്യ കൊച്ചില്ല, അതായത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സിംഗിൾ ടാക്സ് ആണ് മാൾട്ടയിൽ അടയ്ക്കേണ്ടത്. നിയമപരമായിട്ട് സിംഗിൾ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. ഭാര്യ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫാമിലി മാരേജ് ടാക്സിലേക്ക് മാറ്റാം. ഭാര്യയും ഭർത്താവും കൂടി പോയി ടാക്സ് ഓഫീസിൽ ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കാമെന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരേജ് ടാക്സിലേക്ക് മാറാൻ പറ്റും. മാരേജ് ടാക്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ, മാൾട്ടയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളുടെ ടാക്സ്, അതായത് നമുക്ക് ഈ സിംഗിൾ ടാക്സ് എന്നുള്ളത് പാരന്റ് ടാക്സ് ആക്കണമെങ്കിൽ കുട്ടികൾ മാൾട്ടയിൽ വേണം, അല്ലെങ്കിൽ കുട്ടി മാൾട്ടയിൽ വേണം. അല്ലാതെ അടയ്ക്കുന്ന ടാക്സുകളൊന്നും വാലിഡ് അല്ല. ഇപ്പോൾ കുട്ടി നാട്ടിലാണ് അല്ലെങ്കിൽ ഭാര്യ നാട്ടിലാണെന്ന് പറഞ്ഞ് നമ്മൾ മാരേജ് ടാക്സ് അടയ്ക്കുന്നു അല്ലെങ്കിൽ പാരന്റ് ടാക്സ് അടയ്ക്കുന്നു, അത് പിന്നീട്, അതായത് എങ്ങാനും ഇവർ ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഫൈനായിട്ട് വരും. ഞങ്ങൾക്ക് 1-2 കേസുകൾ ഈ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 6000, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ, 6000 യൂറോ വരെ ഫൈൻ വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ ID കാർഡ്, പാസ്പോർട്ട്, ബ്ലൂ പ്രിൻ്റ്, FS3, ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതിൻ്റെ എല്ലാം കോപ്പികൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് എൻട്രി ഇൻ മാൾട്ട എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോൾ ഒരു ഫാമിലി യൂണിഫിക്കേഷൻ വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതിലുണ്ടാവും, നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചിട്ടുണ്ടാവും ആ ഡേറ്റ് എന്താണെന്നുള്ളത്. ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് ചിലപ്പോൾ നമ്മൾ മാറ്റും, നമുക്ക് ഈ ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ കോപ്പി എടുത്തേക്കാണെന്ന് പറയുന്നത്. ചിലപ്പം ഒരു 5 വർഷത്തിനുള്ളിൽ പാസ്പോർട്ട് മാറിപ്പോയിണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വന്ന ഡേറ്റ് എന്നാന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും പിന്നീട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം കോപ്പി കൈപ്പിടിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ്, ചില കേസുകളിൽ ഇപ്പോൾ ഒരു ID മാൾട്ടായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നാണ് വന്നത് അങ്ങനെ വല്ല എൻക്വയറിയൊക്കെ വരികയാണെങ്കിൽ എന്ന് വന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ചോദിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കോപ്പി എടുത്തേക്കാണെന്ന് പറഞ്ഞത്. പിന്നെ മാൾട്ടയിൽ നിന്ന് നിങ്ങൾ നിയമപരമായിട്ട് നിർത്തി പോകാനാണ്, റിസൈൻ ചെയ്ത് പോവാണ്, നോർമലി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളടച്ച ടാക്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് തിരിച്ച് കിട്ടും. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിഗ്നേഷൻ ലെറ്റർ, ടെർമിനേഷൻ ലെറ്റർ, അതുപോലെ നമ്മുടെ FS3s,
നമ്മുടെ അതറൈസേഷൻ ലെറ്റർ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ IBAN നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പൈസ കുറച്ച് നമുക്ക് തിരിച്ചു കിട്ടും. അത് എത്ര എമൗണ്ടാണ് എന്നുള്ളത് ഡിപ്പെൻസ്, നിങ്ങൾ എത്ര ടാക്സ് അടച്ചു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാക്സുമായി ബന്ധപ്പെട്ട ID കാർഡുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതൊരു നിയമമായിട്ടില്ല, പക്ഷേ ഒരു പക്ഷേ നിയമമായേക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഈ വാർത്ത വന്നായിരുന്നു. അതായത് പുതിയ നിയമപ്രകാരം സിംഗിൾ പെർമിറ്റിന് €600 ആക്കാൻ പോവുകയാണ്. നമുക്ക് 2 വർഷത്തെ ID കാർഡാണ് കിട്ടുക, നമുക്ക് €600 ആക്കും. 300 എന്നുള്ളത് €600 ആക്കും. റിന്യൂവലിന് നമുക്ക് €150 മതിയാവും. അതായത് €300 എന്നുള്ളത് €150 ആയിട്ട് കുറഞ്ഞു. നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരു പുതിയ സിംഗിൾ പെർമിറ്റ് വെക്കണമെങ്കിൽ €600, അതായത് 300ൻ്റെ ഇരട്ടി പൈസ അടച്ചിട്ട് വേണം ഒരു പുതിയ സിംഗിൾ പെർമിറ്റ് വെക്കാൻ. പിന്നെ ടെർമിനേഷൻ കഴിഞ്ഞ് 10 ദിവസം, ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് ടെർമിനേഷൻ കഴിഞ്ഞ് 10 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. അത് ഇനി 30 വർക്കിംഗ് ഡേയ്സ് വരെ കൂട്ടിക്കിട്ടും ഈ നിയമം പാസ്സാവുകയാണെങ്കിൽ. പിന്നെ ഈ നിയമം പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല, പക്ഷെ വരുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വന്നാലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ID കാർഡ് എക്സ്പയർഡ് ആവുക, അല്ലെങ്കിൽ ടെർമിനേഷൻ കിട്ടുക, അല്ലെങ്കിൽ റിവോക്കേഷൻ മെയിൽ വരിക, എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 3 വർക്കിംഗ് ഡേയ്സാണ് നമുക്കുള്ളത്. 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പീൽ എടുക്കണം. ഈ അപ്പീൽ എടുക്കാൻ നമുക്ക് വലയറ്റയിലുള്ള വക്കീലന്മാരുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ €45 കൊടുത്താൽ നമുക്കൊരു അപ്പീൽ സബ്മിറ്റ് ചെയ്യാം. ഈ അപ്പീൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇവിടെ 3 മാസം വരെ നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ അപ്പീൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെതായ കാര്യങ്ങൾ അത് അഡ്വക്കേറ്റുമാരുമായി സംസാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. എന്തായാലും പക്ഷേ 3 ദിവസത്തിനുള്ളിൽ ഈ സംഭവം ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതാരും മറന്നു പോകരുത്. പിന്നെ ചേഞ്ച് ഓഫ് അഡ്രസ്, കാർഡ് കളഞ്ഞു പോകുക, അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആവുക, ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് റിവോക്കേഷൻ മെയിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചേഞ്ച് ഓഫ് അഡ്രസ്സ്, അതുപോലെ കാർഡ് കളഞ്ഞു പോയ കാര്യങ്ങളിലൊക്കെ 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ ചേഞ്ച് ഓഫ് അഡ്രസ്സിൽ ഒരു എക്സംഷൻ ഉള്ളത്, നമുക്ക് 14 ദിവസത്തെ ഹൗസിംഗ് അതോറിറ്റി പീരീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ എക്സംഷൻ കിട്ടാം. പക്ഷേ പുതിയൊരു വീടെടുത്ത ആളാണെങ്കിൽ എന്തായാലും ഓൾറെഡി ഹൗസിംഗ് അതോറിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 14 ദിവസം അതിന് ശേഷമാണ് നമ്മൾ ചേഞ്ച് ഓഫ് അഡ്രസ്സിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് അഡ്രസ്സിൽ 14 ദിവസത്തെ ഗ്രേസ് പീരീഡ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. കാർഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഏകദേശം ഒരേപോലത്തെ സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. അതിൽ പക്ഷേ പോലീസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി വേണം. നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അവിടെ പോയി ഇൻഫോം ചെയ്ത് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന് ഉപയോഗിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അത് EID വെച്ചിട്ട്, ഈ ചേഞ്ച് ഓഫ് അഡ്രസ് ആയാലും സ്റ്റോളൻ കാർഡ് ആയാലും നമുക്ക് EID വെച്ചിട്ട് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റോളൻ കാർഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, സ്റ്റോളൻ കാർഡ് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ പോയി പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ ID മാൾഡിനെ ഇൻഫോം ചെയ്യണം. ആ കാർഡുമായി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് ഇൻവാലിഡ് ആണ്, നമ്മൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടും. നമുക്ക് ഒരു കേസ് അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചതിൻ്റെ പേരിലാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് കേസിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന കേസാണെങ്കിൽ തിരിച്ച് അവിടെ പോയിട്ട് റിപ്പോർട്ട് എഴുതി വാങ്ങിക്കണം. ഞങ്ങൾക്ക് കാർഡ് കിട്ടി, ഞങ്ങൾ ഓക്കെ ആണെന്നുള്ളത് നമുക്ക് അവരൊക്കെ റിപ്പോർട്ട് എഴുതി വാങ്ങിച്ച് ID മാൾട്ട് ഇൻഫോം ചെയ്യേണ്ടതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ EU രാജ്യങ്ങളിൽ ഇപ്പോൾ പണ്ടൊന്നും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ID കാർഡ് വാലിഡ് ആണോ അല്ലെങ്കിൽ ID കാർഡ് ചോദിക്കുകയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ID കാർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വാലിഡ് ആണോ അല്ലെന്ന് നോക്കുന്നില്ല, പക്ഷേ ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് റയനെയർ എന്ന ഫ്ലൈറ്റിലൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ കാർഡില്ല അല്ലെങ്കിൽ കാർഡ് അവിടെ മിസ്സാക്കി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ EU രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ID കാർഡ് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഹൗസിംഗ് അതോറിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഹൗസിംഗ് അതോറിറ്റി 6 to 8 month വാലിഡിറ്റി ഉള്ള ഹൗസിംഗ് അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ID കാർഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താൽക്കാലികമായിട്ട് ഉടായ്പിൽ ഹൗസിംഗ് അതോറിറ്റി ഉണ്ടാക്കുക, ആ പരിപാടിയൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു റൂമിൽ 2 പേര്, 2 പേരുടെ റൂം, 4 പേരുടെ റൂമാണെങ്കിൽ ഒരു ടോയ്ലറ്റ്, 6 പേരാണെങ്കിൽ 2 ടോയ്ലറ്റ് എന്നുള്ള നിയമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലേക്കുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അറിയിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പുതുതായിട്ടുള്ളൊരു
ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത്. പിന്നീട് പറയാനുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതായത് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാർഡ് കളഞ്ഞു പോയി അല്ലെങ്കിൽ ബസ് കാർഡ് കളഞ്ഞു പോയി അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ കാർഡിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് അടുത്ത് അറിയാൻ പറഞ്ഞത്, ആ ഫോട്ടോയും ID നമ്പറൊക്കെ ഉപയോഗിച്ച് മറ്റു പലരും മറ്റു പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. പൈസ തട്ടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താ പറയുക, ചീറ്റിംഗ് പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാതെ ഇരിക്കാൻ ശ്രമിക്കുക. മാൾട്ട മലയാളി അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ഇനി എല്ലാ പോസ്റ്ററുകളും, അതായത് പേരും ID നമ്പറും അല്ലെങ്കിൽ ഡീറ്റെയിൽസുള്ള പോസ്റ്റർ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡ്മിൻസുമായി കോൺടാക്ട് ചെയ്തിട്ട് ആ മാറ്റർ എഴുതി നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ മാൾട്ടയിലെ അല്ലെങ്കിൽ യൂറോപ്പിയൻ നിയമപ്രകാരം ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം കേസോ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പരമാവധി നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ID കാർഡിൻ്റെ ഫോട്ടോ ആയാലും ബസ് കാർഡിൻ്റെ ഫോട്ടോ ആയാലും പാസ്പോർട്ടിൻ്റെ കോപ്പി ആയാലും പരമാവധി ഇടാതിരിക്കുക. ജസ്റ്റ് പേര് അല്ലെങ്കിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന വ്യക്തിക്ക് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടുന്നവ അറിയിക്കുക എന്ന രീതിയിൽ മെസ്സേജ് ആക്കാൻ ശ്രമിക്കുക. പരമാവധി ID കാർഡിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ബസ് കാർഡിൻ്റെയോ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഡയറക്റ്റ് ഇടാതിരിക്കുക. ഇനിയിപ്പോൾ അത് ഇടുകയാണെങ്കിൽ കൂടി അത് ബ്ലെയർ ചെയ്തിട്ട് ഇടുക ശ്രമിക്കുക എന്ന് പറയുന്നു. ഇനി അടുത്തൊരു പോയിന്റ് യൂറോ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിരവധി, അതായത് മാൾട്ട മലയാളി അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഒരു യൂറോ പോലും എക്സ്ചേഞ്ച് എന്നുള്ള പരിപാടി നമ്മൾ സമ്മതിക്കില്ല. നമ്മളപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കും. പല ഗ്രൂപ്പുകളിലും, മാൾട്ടേൻ്റെ ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്, പല ഗ്രൂപ്പുകളിലും യൂറോ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് മെസ്സേജുകളും ഒരുപാട് തട്ടിപ്പുകളും അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇന്ന് പൈസ തരാം, നാളെ പൈസ തരാം, യൂറോ ഇപ്പോൾ തരാം, നാളെ തരാം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് എനിക്ക് റെവോലൂട്ടിൽ പൈസ വേണം അങ്ങനെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു, കൊടുക്കുന്നു, പൈസ നഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ട്രാൻസ്ഫേഴ്സ് ആണോ അല്ലെങ്കിൽ റെവല്യൂട്ടാണോ ലീഗലി പറയുകയാണെങ്കിൽ അതും തെറ്റാണ്. പക്ഷെ എന്നാലും നമുക്കത് വെച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ പൈസ കൈമാറാം. അതിന് നമുക്ക് 5-10 യൂറോയുടെ വ്യത്യാസമാണ് വരുന്നത്. ഈ 5-10 യൂറോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടുകാരെ കയ്യിൽ പൈസ കൊണ്ടെടുത്തിട്ട് അത് ചിലപ്പോൾ വേറെ തട്ടിപ്പിൻ്റെ ടീമുകളൊക്കെ ആയിരിക്കും. ആ പൈസ പോയി, അവൻ്റെ അഡ്രസ്സ് ഇല്ല, അവൻ പൈസ വാങ്ങിച്ച് അവൻ പോയി മുങ്ങി, പിന്നെ അവനെക്കുറിച്ച് അറിയാം. ഇഷ്ടം പോലെ കേസുകൾ നമുക്ക് മാൾട്ടയിൽ അറിയുന്നുണ്ട്. ആരെങ്കിലും വിത്ത് പ്രൂഫോട് കൂടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലീഗൽ ചെയ്യാൻ പറ്റാവുന്ന കേസുകളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. എന്താ പറയുക, നമുക്ക് ലേറ്റസ്റ്റ് അറിയാൻ പറ്റിയത് ഈ ID കാർഡിൻ്റെ വേറൊരു, ഈ പറഞ്ഞ പോലെ ഒരു ID കാർഡ് ഗ്രൂപ്പിൽ വന്നു. ആ ഗ്രൂപ്പിൽ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഈ വ്യക്തിയാണെന്ന് പറഞ്ഞ് വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് 75,000-80,000 മേലെ പൈസ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. ഈ പൈസ കൊടുത്ത ആൾക്കാണെങ്കിൽ പൈസ വാങ്ങിച്ച ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഫേക്ക് IDയും ഫേക്ക് അഡ്രസ്സും സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് യൂറോ കൊടുക്കാതിരിക്കുക. ഹവാല കേസുകൾ വരെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നാട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പണം വേറെ അക്കൗണ്ട് വഴിയാണ് പോകുന്നത്. അത് ഹവാല, അതായത് നാട്ടിലെ നോട്ട് ഇരട്ടിപ്പ് എന്നുള്ള സംഭവങ്ങളുണ്ടായി. കേസിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്നത്. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ യൂറോകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുക. ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതിരിക്കുക. അപരിചിതരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. ഇതൊക്കെ എല്ലാം പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളത് കോമൺ എല്ലാ പ്രാവശ്യം പറയാനുള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ളത് ഈ ഏജൻറ്റുമാരെ കുറിച്ചാണ്. രജിസ്റ്റേർഡ് അല്ലാത്ത ഏജൻറ്റുമാർക്ക് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയോ ചെയ്യാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിന് വേണ്ടി നമ്മൾ ഒരു സഹായം ചെയ്യാൻ വേറെ ആളെ മുട്ടിച്ച് കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് പറയാണ്, ഇത് ഇന്ന കമ്പനി പൊക്കോ, ഇന്ന ഏജൻറ്റിനെ കണ്ടാൽ എനിക്ക് എല്ലാം റെഡിയാക്കി തരുന്നു പറയാണ്. അങ്ങനെ ആൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഈ പറഞ്ഞ വ്യക്തി കേസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം അകത്ത് പോകുന്ന വ്യക്തി ഞാനായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇയാളെ മുട്ടിച്ച് കൊടുത്തേക്കുന്നത്, ഇയാളെ കാണിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഇപ്പോൾ ഇവിടെ മാൾട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി ജയിലിലാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും, അതായത് ഇനിയിപ്പോൾ ഇവിടെ മാൾട്ടയിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് 20,000 റുപ്യ കമ്മീഷൻ വാങ്ങിച്ചിട്ട് ജോലിക്ക് കയറ്റാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. പക്ഷെ ജോലിക്ക് കയറുന്നില്ല.
20,000 കൊടുത്തവൻ സ്വന്തം കൂട്ടുകാരനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും നിർത്തിയില്ല, പെട്ടുപോകും. അപ്പോൾ വെറും 20,000 50,000 അല്ലെങ്കിൽ 1,00,000 വേണ്ടിയിട്ട് സബ് ഏജൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാരായി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. അവിടേക്ക് എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്, ജയിലിൽ പോകേണ്ടി വരും. ഓൺ ദ സ്പോട്ട് അറസ്റ്റാണ്. അത് പോലീസ് കേസല്ല വരുന്നത്, ഡയറക്റ്റ് കോടതിയിൽ നിന്നാണ് വരുന്നത്. മണി ലോണ്ടറിങ്, ഫേക്ക് വിസ, അങ്ങനത്തെ ഒരുപാട് പേരിലുള്ള എന്താ പറയുക ചാർജ് ചെയ്ത കേസുകളാണ് വരുന്നത്. അപ്പോൾ ഏജൻറ്റ് പണി ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലാതെ രജിസ്റ്റർ ചെയ്യാതെ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ കൂട്ടുകാരന്മാരെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരാം. അവർക്ക് ആണെങ്കിൽ 20,000 രൂപ കിട്ടുകയും ചെയ്യും, എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, എൻ്റെ കൂട്ടുകാരന് ഇവിടെ മാൾട്ടയിലെത്താൻ പറ്റും എന്നുള്ള ചിന്തയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പരമാവധി അതിലൊന്നും പോയി പെടാതിരിക്കാൻ ശ്രമിക്കുക, അധ്വാനിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അത്രേ ഞാൻ പറയുള്ളൂ. ഞാനിത് ഓരോരുത്തർ വ്യക്തിപരമായ കാര്യം അതിന് കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയാണ് എനിക്ക് തോന്നുന്നു മാൾട്ടയിലുള്ളവർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നു. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ നാട്ടിലുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രം വരിക. ജോലി ഉണ്ടാവും, പാർട്ട് ടൈം ജോലി ഉണ്ടാവും എന്ന് വിചാരിച്ച് മാൾട്ട എന്ന രാജ്യത്തേക്ക് കയറി വരണമെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ പേര് കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റുഡൻറ്റ് എന്താ പറയുക, യൂറോപ്പ് എന്നൊരു സ്വപ്നവുമായി സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരുന്നു. ഇവിടെ വരുമ്പോൾ ഗതികേട് കൊണ്ട് പല പണിക്കും പോകുന്നു, പലപ്പോഴും പിടിക്കപ്പെടുന്നു, ഡീപ്പോർട്ടേഷൻ നടക്കുന്നു, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് മാൾട്ട നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. ഒരുപാട് യൂട്യൂബർമാരും വ്ളോഗേഴ്സ് അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരെല്ലാവരും അവരവരെ കോളേജിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞ് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം സത്യമാണെന്നൊന്നും നമുക്കറിയത്തില്ല. ജോലി കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതെയൊക്കെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു നല്ലൊരു അവസ്ഥയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്നവർ ആ ഒരു ഫണ്ട് 10-12 ലക്ഷം രൂപ കയ്യിൽ കരുതുക. ഇവിടുത്തെ താമസം, ഭക്ഷണം, ഇവിടുത്തെ ചിലവിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ട്യൂഷൻ ഫീസിനൊക്കെ വേണ്ടിയുള്ള 10-12 ലക്ഷം രൂപ കയ്യിൽ കരുതുക. ഇവിടെ വരിക, വന്ന് പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് ജോലിക്ക് ട്രൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ജോലി ചെയ്യുക, ഇല്ലാങ്കിൽ തിരിച്ച് നാട്ടിൽ പോവുക. സെക്കൻഡറി ജോബ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി പെർമിറ്റ് എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. പരമാവധി സ്റ്റുഡൻറ്റ് വിസ മാൾട്ടയിലേക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ സെക്കൻഡ് പെർമിറ്റില്ലാതെ ആരും പാർട്ട് ടൈം ജോലിക്ക് പോകരുത് എന്നാണ് സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയാറുള്ളത്. പിന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ വേറെ പ്രശ്നം, സ്റ്റുഡൻറ്റ് പീരീഡിലേക്ക് ഇവിടെ വന്ന് അപ്പോഴേക്കും ഒരു എംപ്ലോയറെ കണ്ട് കിട്ടി അപ്പോൾ തന്നെ ID കാർഡിന് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കോഴ്സ് കംപ്ലീഷൻ കഴിയാതെ ID മാൾട്ടയിൽ നിന്ന് നിങ്ങൾക്ക് ID സിംഗിൾ പെർമിറ്റ് കിട്ടത്തില്ല. ഒന്നെങ്കിൽ ഫീസ് അടച്ച് ഫുൾ എമൗണ്ട് അടച്ച് ശേഷം മാത്രമാണ് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റി, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത്രയും പറഞ്ഞത്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടേക്ക് വരുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒരു യൂറോപ്പിലേക്ക് എൻ്റർ ആയി തോന്നി ഭയങ്കര ഈസി ആയിട്ട് വിസ കിട്ടുന്ന ഒരു രാജ്യമാണെന്ന് കരുതി നമ്മളിപ്പോൾ ഒരു എൻജിനീയറാണ്, ഇവിടെ ക്ലീനർ വിസയ്ക്ക് വെച്ച് വരുന്നു, ഇവിടെ വന്നിട്ട് പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ വേറൊരു വിസയിലേക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ പണ്ട് പറ്റിയിരുന്നു, ഇനി അത് പറ്റില്ല, ഇപ്പോൾ പറ്റുന്നില്ല. അതൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറായിട്ട് തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. 90% അങ്ങനത്തെ വിസകളൊന്നും അടിക്കുന്നില്ല, കിട്ടാനും സാധ്യത കുറവാണ്. ഈ പറഞ്ഞ പോലെ തട്ടിത്തരികട ക്ലീനർ അല്ലെങ്കിൽ ബോൾട്ട് ഡെലിവറി അങ്ങനത്തെ വിസകളിലൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ കാർപ്പൻ്റർ അല്ലെങ്കിൽ വെൽഡർ, അങ്ങനത്തെ വിസകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് വരുന്ന പ്രശ്നം എന്താണ്, അവർ പറയും നിങ്ങൾക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എംപ്ലോയർക്ക് മാറാൻ പറ്റും, എംപ്ലോയർ വേറെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് മാറാൻ പറ്റുന്നൊക്കെ പറച്ചിലുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കില്ല, ഇനി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വരണോ വേണ്ടതെന്നൊക്കെ നല്ല ആലോചിച്ചിട്ട് മാൾട്ടയ്ക്ക് വന്നാൽ മതി. കാരണം മാൾട്ടയിൽ നിയമങ്ങളും മാറി തുടങ്ങി, അതുപോലെ തന്നെ സ്ട്രിക്റ്റും ആയി തുടങ്ങി. പണ്ടത്തെ അത്ര പോലെയല്ല, ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റും കൂടുതലാണ്. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ നല്ല രീതിയിൽ വ്യക്തമായി അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം മാത്രം പൈസ ഏജൻറ്റുമാർക്ക് കൊണ്ടുകൊടുക്കുക. പുതിയ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 ലക്ഷം കൊടുക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് റെഡി ആയില്ലെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു തരുമെന്ന് പറയാം. അവർക്കറിയാം 90% ആ വിസ റിജക്റ്റ് ആവുമെന്ന്. പക്ഷേ അവരുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഇരിക്കും, റീഫണ്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു തട്ടിപ്പാണ് പുതുതായിട്ട് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് രജിസ്ട്രേഷൻ എമൗണ്ട് കണ്ട് ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ അവർ വിസ പ്രോസസ്സിങ് നടക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു 6-7 മാസം കഴിയുമ്പോൾ തിരിച്ച് പൈസ വയ്ക്കുമ്പോൾ പറയും അയ്യോ അത് നിങ്ങളുടെ സർവീസ് ചാർജ്, നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞ് തട്ടിപ്പാണ് പുതുതായിട്ട് നാട്ടിൽ കണ്ടത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർ പ്രിഫറബിളി വരാൻ ശ്രമിക്കേണ്ട. കാരണം വെച്ചാൽ ഇത് ഏകദേശം ഗൾഫായി തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ
വീഡിയോ ആദ്യത്തിൽ പറഞ്ഞ പോലെ ഈ ഇൻഷുറൻസിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അത് 1 വർഷം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമപ്രകാരം പ്രാബല്യത്തിൽ കൂടിയുള്ളൊരു നിയമം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 മലയാളി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാൾട്ടീസാരൻ വർക്ക് ചെയ്യണം സൂപ്പർവൈസറായിട്ട്. അങ്ങനത്തെ നിയമമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ കുറച്ച് പെരിങ്ങളാണെങ്കിൽ കുറച്ച് ടൈറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. ഞാൻ മാൾട്ട ഇനി ഇപ്പോൾ സ്റ്റുഡൻസിന് പറഞ്ഞ പോലെ അതർ ജോബ്സിനും നല്ലൊരു ഓപ്ഷനായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അത് ഫേക്ക് പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഫേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ റിജക്ഷൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്ലിക്കേഷൻ വെക്കുന്നതിൽ ഒരു 70% റിജക്ഷനാണ്. പിന്നെ ഹൈ സ്കിൽഡ് അല്ലെങ്കിൽ സ്കിൽഡ് മേഖലയിൽ വലിയ കുഴപ്പമില്ല. അതായത് നഴ്സുമാർ, ഡ്രൈവർമാർക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അതുപോലെ അങ്ങനത്തെ സ്കിൽഡ് മേഖലയിലുള്ള ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. ബേസിക്കലി നഴ്സുമാർക്കാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടക്കുന്നത്. അതും ഇനി എത്ര കാലം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മാൾട്ടയിലേക്ക് വന്നിട്ട് മാൾട്ടയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പെട്ടെന്ന് പോകാം, ഇവിടുത്തെ ID കാർഡാക്കി പെട്ടെന്ന് വേറെ രാജ്യത്തേക്ക് പോകാം എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോൾ ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വെറും തെറ്റാണ്. മാൾട്ട ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനിലെ എല്ലാ ഗവൺമെൻറ്റുകളും ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എന്താ പറയുക, മാൾട്ടയിൽ വന്ന ID കാർഡ് ആക്കിയിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ ID കാർഡ് ആക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിടിവിടാൻ പോവുകയാണ്. അപ്പോൾ യൂറോപ്പ് മൊത്തത്തിൽ ഇന്ത്യക്കാരെ വേണ്ട എന്നൊരു ലെവലിലേക്ക് വരെ മാറി തുടങ്ങി. എന്നുവെച്ചാൽ മാൾട്ടയിൽ പറയുകയാണെങ്കിൽ മാൾട്ടയിൽ അവർക്ക് ഇന്ത്യക്കാരെ വേണ്ട, മലയാളികളെ പ്രത്യേകിച്ച് വേണ്ട എന്ന രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവികാരം. അപ്പം സർക്കാരും അതിന് അനുകൂലമായ കാര്യങ്ങളാണ് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാൾട്ടയിലേക്ക് ഇനിയൊരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇനിയൊരു അവസരമുണ്ട് എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയാണ്, ഏത് ഏജൻ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക. പരമാവധി മാൻ പവർ ഏജൻസികളിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ആദ്യമായി പറയട്ടെ, എന്താ പറയുക, ഈ NIA ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എത്രമാത്രം ക്ലിയർ ആയി എന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കമൻറ്റ് ബോക്സ് നമ്മൾക്ക് നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് അതിൽ കമൻറ്റ് ബോക്സ് നോക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയോ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കമൻറ്റുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ പറ്റും. അപ്പം ഈ മൾട്ടമലയാസിൻ്റെ വീഡിയോകൾ ഒരിക്കലും എന്താ പറയുക പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോകളല്ല. എല്ലാ ഭാഗവും പറയും നമ്മൾ. കൂടുതലും നമുക്ക് നെഗറ്റീവാണ് ഇതുവരെ പറയാൻ പറ്റുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അറിയില്ല, എനിക്ക് എൻ്റെ ഒരു ഫീൽ അങ്ങനെ തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളാരും എന്താ പറയുക പ്രിഫറൻസ് അല്ല ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ മേഖല പ്രിഫറൻസ് അല്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഓരോ ജോലികളുമായി മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളുടെ ചെറിയ അറിവും കഴിവും വെച്ച് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാൾട്ട മലയാളം അസോസിയേഷനുമായി ബന്ധപ്പെടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.